സ്വരാജിന്റെ പഞ്ചായത്തിൽ പോലും ആര്യയുടെ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിണറായി സർക്കാരിന്റെ തിരിച്ചടി തന്നെയാണിത്. ഈ വരുന്ന നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഭരണം തിരിച്ചു വരും. അതായത് കോൺഗ്രസിന്റെ ഭരണം നിയമസഭയിലെത്തും. UDF-ന്റെ വോട്ടുകൾ ഒരിടത്തും ചോർന്നിട്ടില്ല. അൻവറിന് കിട്ടിയ വോട്ടുകൾ അത് BJP-യുടെ വോട്ടുകളും LDF-ന്റെ വോട്ടുകളുമാണ്. കേരളം UDF ആയിരിക്കും 100% ഉറപ്പാണ്. നിലമ്പൂരിലെ ജനങ്ങൾ അത് വിധി എഴുതി കഴിഞ്ഞതാണ്. നമസ്കാരം. നിലമ്പൂരിൽ വൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും വലിയ രീതിയിലുള്ള വിജയപ്രകടനമാണ് സംസ്ഥാനത്തെ എമ്പാടും തന്നെ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്. ഇവിടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ പായസം വിതരണമെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ പോയിരുന്നു. എന്തായിരുന്നു ഈ നിലമ്പൂർ ജനതയുടെ ഈ വോട്ട് തേടിപ്പോയുള്ള ഒരു സമയത്തുള്ള പ്രതികരണം എന്തായിരുന്നു? നിലമ്പൂരിൽ പോയപ്പോൾ പോലും ഓരോ വീടുകൾ കയറുമ്പോൾ പോലും ഷൗക്കത്തിന് പൂർണ്ണമായി പിന്തുണയാണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ DCCയുടെ ചാർജുള്ള പോത്തുകൽ മണ്ഡലത്തിലടക്കം നല്ലൊരു പ്രതികരണമാണ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. വളരെ നമുക്കപ്പോഴേ അറിയാം നല്ല ഭൂരിപക്ഷത്തോടെ നമ്മുടെ ബാപ്പുട്ടി അവിടെ ജയിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത് ഇത് പിണറായി സർക്കാരിൻ്റെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു എന്നാണ്. മഹിളാ കോൺഗ്രസ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും പിണറായി സർക്കാരിന്റെ തിരിച്ചടി തന്നെയാണിത്. ഈ വരുന്ന നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഭരണം തിരിച്ചു വരും. അതായത് കോൺഗ്രസിന്റെ ഭരണം നിയമസഭയിലെത്തും. ഈ അൻവറിന് ഏകദേശം ഒരു 20,000-അടുത്ത് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ വോട്ട് സത്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്താണ്? ഇല്ല, UDF-ന്റെയും LDF-ന്റെയും വോട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരുടെ വോട്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ കാണുമല്ലോ. എന്ന് വെച്ചാൽ മുൻ നിയമസഭ MLA ആയിരുന്നല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ അവിടെ ഉണ്ടാവുമല്ലോ. അത്രയും ഉണ്ടാവും. ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കേണ്ട കുറച്ച് വോട്ടുകൾ അൻവറിന് ലഭിച്ചോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലും എല്ലാ നേതാക്കളെല്ലാം തന്നെ ഉയർത്തുന്നുണ്ട്. എന്താണ് പറയുക? ഒരിക്കലുമല്ല. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടേണ്ട വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. സ്വരാജിന് കിട്ടേണ്ട വോട്ടുകൾ കൂടി നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും CPM-ന്റെ കോട്ടകൾ ആര്യാടൻ ഷൗക്കത്തിന് കൂടുതലായി, അതായത് സ്വരാജിന്റെ പഞ്ചായത്തിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ മുതൽ തുടക്കം മുതൽ 18 വോട്ടിൽ തുടങ്ങി 11,000 ശിഷ്ട വോട്ടിൽ എത്തുന്നത് വരെയും UDF അതേ പാതയിൽ തന്നെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറയുന്ന ഒരു കിംവദന്തിയാണ്. അത് നമ്മുടെ നിലപാടിൻ്റെ രാജകുമാരൻ നമ്മുടെ VD സതീശൻ സാറ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, നമുക്ക് കിട്ടേണ്ട വോട്ടുകൾ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ UDF-ന്റെ നിലപാട് ശരിയാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ JB മേത്തർ MP മഹിളാ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ, ഷാഫി പറമ്പിൽ, നമ്മുടെ പ്രിയങ്കരനായ MLA ചാണ്ടി ഉമ്മനും ഉണ്ട്, PC വിഷ്ണുനാഥ്, ജോയി, അവിടുത്തെ DCCയുടെ പ്രസിഡന്റ് ജോയി, അതേപോലെ തന്നെ നമ്മുടെ KPCCയുടെ പ്രസിഡന്റ്, നമ്മുടെ ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഫലം അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നു. UDF-ന്റെ വോട്ടുകൾ ഒരിടത്തും ചോർന്നിട്ടില്ല. അൻവറിന് കിട്ടിയ വോട്ടുകൾ അത് BJP-യുടെ വോട്ടുകളും LDF-ന്റെ വോട്ടുകളുമാണ്. അല്ലാതെ UDF-ന്റെ വോട്ട് ചോർന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം. കാരണം 9 വർഷമായി അവിടെ ഭരിച്ചിരുന്ന VV അൻവറിൻ്റെ വോട്ട് UDF-ന് ആവശ്യം ഇല്ലാത്തൊരു സാഹചര്യം. ആ വോട്ടുകൾ കിട്ടിയത് പിന്നെ സ്വരാജിനും ആണ് കിട്ടിയത്. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഷൗക്കത്തിന് 11,000 ശിഷ്ട വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച നിലമ്പൂരിലെ വോട്ടർമാർക്ക് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തറിൻ്റെയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രിയുടെയും ഞങ്ങളുടെയൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുകൂടാതെ നിലമ്പൂരിലെ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ? തീർച്ചയായിട്ടും UDF-ൽ അധികാരത്തിൽ വരും. ഇവിടുത്തെ പിണറായി സർക്കാരിൻ്റെ സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ കുട്ടികളുടെ ഇപ്പം നിങ്ങൾ കാണുന്നതില്ലേ എന്തെല്ലാം മരണങ്ങളാണ്. അവസാനം മണ്ണന്തലയിൽ അരങ്ങേറിയത് തൊട്ട് ഒരു കുടുംബത്തിൽ പോലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കിയില്ലേ. മയക്കുമരുന്നും മദ്യത്തിനും അടിമകളായിപ്പെട്ട കുട്ടികളെ കൊണ്ട് ഇവിടുത്തെ ഒരു ഉരുട്ടിക്കൊല പറഞ്ഞുകൊണ്ട് ഇവിടെ സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന് എന്താണ് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷിതത്വം ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു കുടുംബത്തിൽ പോലും നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരുക്കി വെച്ചില്ലേ. സ്വന്തം സഹോദരിയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്വന്തം സഹോദരിയെ ഈ മെനഞ്ഞാന്ന് മണ്ണന്തലയിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പോലീസിന് സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാത്ത ഒരു സാഹചര്യം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമുക്കറിയാം
എത്ര മയക്കുമരുന്ന് കേസുകൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ എത്ര കൊലപാതകങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴങ്ങനെയാണോ? ദിനം പ്രതി ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെപ്പോലും വിശ്വസിച്ച് സ്വന്തം സഹോദരങ്ങളെപ്പോലും അമ്മയും അച്ഛനെയും പോലും കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട് പോകുന്നില്ലേ? കേരളം UDF ആയിരിക്കും 100% ഉറപ്പാണ്. നിലമ്പൂരിലെ ജനങ്ങൾ അത് വിധി എഴുതി കഴിഞ്ഞതാണ്. എന്തായാലും ഈ നിലമ്പൂരിലെ ഈ വിജയം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയായ ഗായത്രി ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.